അമ്മേ ഭഗവതി, കോടതിയിൽ ഞങ്ങൾക്ക് വിഘ്നങ്ങളൊന്നും വരുത്തരുതേ. അനിക്കും അവന്റെ വക്കീലിനും തിരിച്ചടി കിട്ടണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന പൈസ കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടണേ. കോടതിയിൽ നവീന്റെ നാവ് പിഴച്ചാ മതിയായിരുന്നു. അവൻ രണ്ടും കൽപ്പിച്ചാണ്. നവീന് നന്ദുവിനെ കല്യാണം കഴിക്കണമെങ്കിൽ അയാൾ ഈ കേസിൽ ആത്മാർത്ഥത കാണിക്കൂ. ഞാനും അനിയും തമ്മിലുള്ള ഡിവേഴ്സ് നടക്കാത്തതല്ലേ അയാൾക്ക് നല്ലത്. അപ്പോഴല്ലേ നന്ദുവിനെ കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെയൊക്കെ തന്നെ മോളെ എന്റെയും ചിന്ത. അതുകൊണ്ട് അവൻ വെല്ലുവിളി നടത്തിയെങ്കിലും കോടതിയിലെ കേസ് നീട്ടിക്കൊണ്ടു പോകാനേ ശ്രമിക്കൂ. മിക്കവാറും നവീൻ നന്ദുവിനെ കല്യാണം കഴിച്ച ശേഷമേ ഈ കേസിന് ഒരു ഒത്തുതീർപ്പുണ്ടാകൂ. അതുകൊണ്ടല്ലേ ഞാൻ ധൈര്യമായിട്ട് അവനെ വെല്ലുവിളിച്ചത്. അവനുമായിട്ട് കോംപ്രമൈസ് ചെയ്തു പോയാൽ അവൻ ഈ കേസ് നക്കാപ്പിച്ചാ തന്ന് ഒതുക്കി തീർക്കും. പക്ഷെ എനിക്കും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അച്ഛാ. സ്റ്റെബിന് ഉടനെ UK പോണം. അവൻ പോകുമ്പോ അവനൊപ്പം എനിക്കും പോവേണ്ടതാ. അതൊക്കെ നടക്കും മോളെ. പക്ഷേ നീ ഇപ്പൊ കണ്ടുവച്ചിരിക്കുന്നവന് എനിക്ക് സംശയമുണ്ട്. അവൻ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അത്തരക്കാരെയാണല്ലോ ഇഷ്ടം. അമ്മേ ദേവി, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നവീന് കോടതിയിൽ നാവ് പിഴയ്ക്കണേ. നോക്ക് ആരൊക്കെ വരുന്നേന്ന്. ആഗ്നേയാസ്ത്രം അയക്കുമ്പോ അതിനെ തടുക്കാൻ പാശുപതാസ്ത്രം അയക്കുന്നു കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക രണ്ടെണ്ണം കൂടി. അവര് നമ്മളെ കണ്ടല്ലോടാ. അതുകൊണ്ടെന്താ കുഴപ്പം? നമ്മളെ ഒരുമിച്ച് കണ്ടെന്ന് അവരാരോടെങ്കിലും പറഞ്ഞാലും അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. കള്ളം പറയുന്ന ടീംസ് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നീ വാ. നവീൻ വക്കീൽ SI മാഡത്തെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കുകയാണല്ലോ. അപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ഈ പ്രേമം അവസാനിച്ചില്ലേ? അതൊക്കെ എന്തിനാടോ തന്നോട് പറയുന്നേ? നീയും SIയും തമ്മിൽ പ്രണയത്തിലാണെന്നേ നവീൻ വക്കീലിനറിയാം. അതുകൊണ്ട് അങ്ങേര് നിങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥത 100% സത്യസന്ധമാണെന്നൊന്നും കരുതണ്ട. ഇതൊക്കെ നിന്നോട് ചോദിച്ചോ? ഞങ്ങളുടെ ജീവിതത്തിൽ പലത് സംഭവിച്ചെന്നിരിക്കും. അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോഴും ഒരു സംശയം. അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കുക, മാഡം ആരെയാ കെട്ടുന്നത്? ഇവനെയാണോ അതോ വക്കീലിനെയാണോ? എന്റെ അഭിപ്രായത്തില് നട്ടല്ലില്ലാത്ത ഇവനെ കെട്ടുന്നതിനേക്കാളും നട്ടലുള്ള വക്കീലിനെ കെട്ടുന്നതാ. എന്റെ നട്ടല് തനിക്ക് കാണണോ? ഇവിടെ കാണണോന്ന് കള്ളത്തരങ്ങൾ പറഞ്ഞ് മകളുടെ കല്യാണം നടത്തിയിട്ട് ഇപ്പൊ അയാളെന്റെ നട്ടല് ചെക്ക് ചെയ്യാൻ നടക്കുക. തന്നെ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് തല്ലുകൊള്ളാതെ രണ്ട് പോവാൻ നോക്കിയേ. വാച്ച ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ഞങ്ങൾക്ക് തരേണ്ടത് തന്നിട്ട് ഈ കേസ് ഒഴിവാക്കി വിടാൻ ഇനിയും സമയമുണ്ട്. പിന്നെ നിങ്ങൾ തമ്മിൽ കെട്ടുകയോ അല്ലെങ്കിൽ മാഡം പോയി ആ നവീൻ വക്കീലിനെ കെട്ടുകയോ എന്താണെന്ന് വെച്ചാ ചെയ്തോ. എടോ, ഈ കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാലണ പോലും നിങ്ങൾക്ക് തരില്ല. അത് എന്റെ മുത്തശ്ശന്റെ തീരുമാനം. തന്നെ പോലെ മിനിറ്റുകൾക്കകം വാക്കുമാറുന്ന ആളല്ല എന്റെ മുത്തശ്ശൻ. അച്ഛനോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു. വാ വന്നേ. മോളെ, അപ്പൊ അവന് നമ്മൾ പറഞ്ഞ തുക തരാനൊന്നും ഉദ്ദേശമില്ല കേട്ടോ. അതിനുവേണ്ടിയല്ലേ നമ്മൾ കോടതി പോകുന്നേ. പറഞ്ഞത് അവരാണെങ്കിലും ആ പറഞ്ഞതില് ഒരു സത്യം ഉണ്ടല്ലോ നന്ദു. എന്ത് സത്യം? അല്ല, നവീൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കോടതിയിൽ അവൻ മനഃപൂർവ്വം ഉഴപ്പോന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക.
അത് തന്നെയാ ഇപ്പൊ അവരും പറഞ്ഞത്. ഇനിയിപ്പൊ അതിനെ പറ്റിയൊന്നും നീ ആലോചിക്കണ്ട. നമ്മൾ അമ്പലത്തിലേക്ക് വന്നത് എന്തിനാ? ഈ കേസ് ജയിക്കണമെന്ന് ഭഗവാനോട് പറയാനല്ലേ. അത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയാം. ഭഗവാൻ അറിയാലോ കാര്യങ്ങള്. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നും അറിയാം. അപ്പൊ പിന്നെ ആ കോടതിയില് നിന്റെ സങ്കടങ്ങളെ സമർപ്പിക്കാം. പിന്നെ എന്താന്ന് വെച്ചാ ദൈവം തന്നെ ഇതിനകത്തൊരു തീർപ്പുണ്ടാക്കട്ടെ. വാ. എന്താടോ? ഇന്ന് രണ്ടാളും ഒന്നിച്ച് അമ്പലത്തിലുണ്ടായിരുന്നു. കെട്ടാൻ പോകുന്ന പെണ്ണും അവളുടെ കാമുകനും. കാമുകനോ? അയ്യോ, ഒന്നും മനസ്സിലാകാത്ത പോലെ. SI നന്ദുവിന് ഒറ്റ കാമുകനേ ഉള്ളൂ. അത് ഇന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് കുടുംബ കോടതിയിലേക്ക് വരുന്നവനാ. ഓ, അനിയോ? അതെ അതെ, അത് അത്ര നിസ്സാരമായിട്ട് കാണണ്ട. രണ്ടുപേരും കൂടി ഒന്നിച്ച് അമ്പലത്തിലേക്ക് വന്നത് ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് കിട്ടണേന്ന് പ്രാർത്ഥിക്കാനാണോ അതോ അവര് തമ്മിൽ ഒന്നിക്കണേന്ന് പ്രാർത്ഥിക്കാനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആദ്യം പറഞ്ഞതായിരിക്കും ശരി. രണ്ടാമത് പറഞ്ഞത് അതിലും ശരിയാ സാറേ. ഇപ്പൊ വക്കീൽ സാർ ഇടയ്ക്ക് വന്നതുകൊണ്ട് രണ്ടാളും വലിയ പിരിമുറുക്കത്തിലായിരിക്കും. അതിന് ചെറിയൊരു ആശ്വാസം കിട്ടാനായിരിക്കും അമ്പലത്തിൽ വന്നത്. അവരമ്പലത്തിൽ വന്നതേ അഴിഞ്ഞാടി നടക്കുന്ന തന്റെ മകളിൽ നിന്നും അനിക്ക് മോചനം കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ തന്നെയാ. അങ്ങനെയാണെങ്കിൽ അവൻ ഒറ്റയ്ക്ക് വന്നാ പോരായിരുന്നോ? എന്തിനാണ് പിന്നെ ആ തിരക്കുള്ള SIയും കൂട്ടിയത്? അതൊക്കെ അവരെ സംബന്ധിക്കുന്ന കാര്യമാണ്. താൻ അതിൽ ഇടപെടണ്ട. സാറേ, ഞാൻ വീണ്ടും പറയുകയാണ്, ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാറ് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ബന്ധം പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞേ താൻ എന്നെ വെല്ലുവിളിച്ചല്ലേ. ആ വെല്ലുവിളി ഏറ്റെടുത്താ ഞാൻ ഇന്ന് കോടതിയിലേക്ക് വരുന്നത്. മനസ്സിലായി സാറേ, മനസ്സിലായി. ആ വെല്ലുവിളി സാറ് ഏറ്റെടുത്തെങ്കിലും അതിൽ ആത്മാർത്ഥത കാണിക്കില്ല. ഡിവോഴ്സ് ഈ നൂറ്റാണ്ടിൽ നടക്കാനും പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കാണാം. നമുക്ക് കാണാം. ഇപ്പൊ ഞാൻ അറിയിച്ച വിവരം ഒരു ബോംബാ. അത് കോടതിയിൽ കയറുമ്പോ വക്കീലിന്റെ മനസ്സിൽ കിടന്നോളൂ. എന്തായി മോനെ? ഇപ്പോ വേണു വിളിച്ചതേ ഉള്ളൂ. അനി അമ്പലത്തിൽ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ. ഏത് പ്രധാനപ്പെട്ട കാര്യത്തിന് പോകുമ്പോഴും അവരെല്ലാം കുടുംബദേവതകളെ പ്രീതിപ്പെടുത്താറുണ്ട്. നമ്മള് നമ്മുടെ കർമ്മം നന്നായിട്ട് ചെയ്യാം. ഞാനിപ്പോ പൂജാമുറിയിൽ കയറി പ്രാർത്ഥന നടത്തിയതേ ഉള്ളൂ. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ കോടതിയിൽ പെർഫോം ചെയ്യും മുത്തശ്ശ. പിന്നെ ഇന്നലെ നമ്മൾ തമ്മിൽ ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നല്ലോ. അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും പ്ലാന് വർക്കായിട്ടുണ്ട്. ജോർജ് നിസ്സാരക്കാരനല്ല. കുടുംബ കോടതിയിലാണെങ്കിലും അയാൾ വേറും വാശിയും കാണിക്കും. ഒരുപാട് നിരപരാധികൾ അയാൾ കാരണം കണ്ണീര് കുടിച്ചിട്ടുണ്ട്. വഴിയാധാരമായിട്ടുമുണ്ട്. അയാള് കിട്ടുന്ന പണത്തിന് തൂക്കം മാത്രമേ നോക്കാറുള്ളൂ. അല്ലാതെ ആരോടും മനുഷ്യത്വം നീതിയൊന്നും കാണിക്കാറില്ല. പണം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നവരോട് നമ്മൾ കൂറ് കാണിക്കണമെന്നൊക്കെയാ പറയുന്നത്. ഇതുപോലൊരു വക്കീലാണല്ലോ അന്ന് കോടതിയിൽ അനന്തപുരക്കാർക്കെതിരെ വന്നത്. എന്നിട്ട് എന്തായി? നമുക്ക് നോക്കാം മുത്തശ്ശ. പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് ഈ കേസ് വിജയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഇല്ലെങ്കിലേ പലരുടെ മുന്നിലും എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. ശരിയെന്നാ. മോളെ ഇരിക്ക്. ദേ ഇതെല്ലാം അമ്മ മോൾക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. കഴിക്ക്. നീയും വേണമെങ്കിൽ കഴിച്ചോടി. എനിക്ക് വേണ്ട. മരുമോക്കുണ്ടാക്കിയത് അവക്കനം കൊടുത്താ മതി. അല്ല മോളെ, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? അനക്കയ്ക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടമ്മേ. ഒരിക്കലും റിക്കവർ ആവില്ലെന്ന് കരുതിയ ആള് ഇപ്പൊ ചെറുതായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആഹാ, അത്രയൊക്കെ മാറ്റം ഉണ്ടായോ?
അതുകൊണ്ടല്ലേ ചന്തുമോള് ഇങ്ങോട്ട് വരാത്തത്. മോളുടെ അമ്മയെ കിട്ടിയതിന്റെ സന്തോഷത്തില. എങ്കിലും എന്നെ കണ്ടപ്പോ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അമ്മയെക്കുറിച്ചൊക്കെ തിരക്കിയായിരുന്നു മോള്. അങ്ങനെയെങ്കിലേ അമ്മയെ മോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, എന്നിട്ട് ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിക്കേ. ആ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. ഓ ആയിക്കോട്ടെ, അതല്ല അതിനപ്പുറം സംഭവിക്കും ഈ വീട്ടില്. എന്നെ അഭിയൻ തകർക്കണം എന്നുള്ളൊരു ചിന്തയല്ലേ ഉള്ളൂ ഈ വീട്ടിൽ എല്ലാവർക്കും. ചേച്ചിയുടെ മട്ടും ഭാവവും കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അമ്മേ. അവള് ഫോണില് ആരോട് വ്യക്തമായിട്ട് ആ ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നത് ഞാൻ കേട്ടതാ. ഇനി അനഘയ്ക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോന്നറിയാൻ ചേച്ചിക്ക് ആകാംക്ഷ കാണുമോ? അതറിയില്ല മോളെ. ഏതായാലും ആ സേവിയറിന് ചേച്ചിയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടേ ഇനി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. മോളെ, ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയതാ. കഴിഞ്ഞൊരു ദിവസം കുഞ്ഞിനെ അടക്കി പിടിച്ച് നവ്യ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഞാൻ അടുത്തോട്ട് ചെന്നപ്പോ പെട്ടെന്ന് കണ്ണീരൊപ്പി. എന്തിനാ കരഞ്ഞെന്ന് ഞാൻ ചോദിച്ചു. അപ്പോ അനീത്തിമാരും അച്ഛനും അമ്മയും അവളെ അഭിയം താറടിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുവാണല്ലോ. അതോർത്തപ്പോ സങ്കടം വന്നു എന്നാ എന്നോട് അവള് പറഞ്ഞത്. ചേച്ചിയുടെ മനസ്സിൽ നമുക്കറിയാത്തതായിട്ട് എന്തൊക്കെയോ ഉണ്ടമ്മേ. എന്തായാലും അത് കൃത്യമായിട്ട് ഉടനെ തന്നെ അറിയാൻ പറ്റിയേക്കും. ആദർശേട്ടനെ അതിന്റെ പിന്നാലെ തന്നെയാ. അവനിപ്പോ നാഗേന്ദ്രൻ ഈ വീട്ടിൽ നിന്ന് പോയതിന്റെ കാരണം അറിയാൻ നടക്കുവാണല്ലോ. അതിന്റെ കൂടെ ഇപ്പൊ ഇതോടെയായല്ലോ. ഓണത്തിന്റെ തിരക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നാഗേന്ദ്രനോട് മുത്തശ്ശൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് ആദർശേട്ടൻ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ ശ്രമിച്ചേനെ. എന്തായാലും അന്നത്തെ ആ സംഭവത്തിന്റെ പേരിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അപ്പച്ചി മാത്രമല്ല, ഇളയച്ചനും ഇളയമ്മയൊക്കെയാ. അതേപ്പറ്റി പറയുന്നത് പോലും ഇഷ്ടമല്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട് മോളെ. നാഗേന്ദ്രൻ പോയ ശേഷം ജലജ പിന്നെ ഒരാഴ്ചത്തേക്ക് വല്ലാതെ അപ്സെറ്റായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അജയന്റെയും ജാനകിയുടെയും ഒക്കെ കാര്യം. അപ്പോ അവർക്കും അതേപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും അല്ലേ അമ്മ? എന്തോ അന്ന് അതേപ്പറ്റിയൊക്കെ ചോദിച്ചിട്ട് അവരാരും ഒന്നും പറഞ്ഞുമില്ല. എന്തായാലും ജയേട്ടനും എനിക്കും നമ്മുടെ ജ്വല്ലറിയിലുണ്ടായ തിരിമറിയെക്കുറിച്ച് മാത്രമേ അറിയൂ. അതിനപ്പുറം ഒന്നും അറിയില്ല. ആദർശൻ ഈ കേസിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച സ്ഥിതിക്ക് എന്തായാലും ഇതിനൊരവസാനം കാണാതിരിക്കില്ല. ഒരു കാര്യം ഉറപ്പാമ്മേ, അഭി അവന്റെ അച്ഛനെ കാണുന്നതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതേ അവന്റെ അമ്മ തന്നെയാ. അപ്പോ അപ്പച്ചിയുടെ ഭാഗത്ത് എന്തോ വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ സംശയിക്കുന്ന പോലെ ഇളയച്ചനും ഇളയമ്മയ്ക്കും അറിയാം. റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കേൾക്കാൻ വേണ്ടി അമ്മായിയമ്മയോട് മരുമോള് പറയുന്നുണ്ടായിരുന്നു. എന്താ സംഭവം? അനക്കയുടെ കാര്യം തന്നെ. അല്ല, അവളിപ്പോ എവിടെയുണ്ട്? ഏതോ ഹോസ്പിറ്റലിലുണ്ട്. അവൾക്ക് നല്ല മാറ്റം ഉണ്ടെന്ന്. അല്ല, മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാ അവൾക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അവള് പരസഹായം ഇല്ലാതെ നടന്നു തുടങ്ങിന്നൊക്കെയാ പറഞ്ഞത്. അവളെ മുൻനിർത്തിക്കൊണ്ടേ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കും ആദർശം നയനും ഒക്കെ. പുറത്താക്കുവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പുറത്തു പോവാം. ഇനിയിപ്പോ പുറത്തു പോയാൽ എന്താ കുഴപ്പം? നമുക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലേ? എന്നാലും മൂർത്തിസ് ഗ്രൂപ്പിന്റെ ട്രസ്റ്റിന്റെ അംഗമാണല്ലോ ഞാൻ. നിന്റെ അച്ഛനും വലിയ കാശുകാരനല്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അല്ല, എല്ലാ സമ്പത്തും നമുക്ക് വരുന്നോണ്ട് എന്താ കുഴപ്പം? അതൊക്കെ നല്ല കാര്യാ. പക്ഷേ നിന്റെ ഏട്ടന്റെ വിഴുപ്പ് നീ ചുമക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ ഇപ്പോഴും പറയുന്നത് ചന്തുമോൾ അവന്റെ അല്ലെന്നല്ലേ? അങ്ങനെ പറഞ്ഞാലേ എത്ര നാള് പറയാൻ പറ്റൂ അബി? ഒരു DNA ടെസ്റ്റിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്. ഒരു DNA ടെസ്റ്റിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്. ഇനി അവള് വരുവാണെങ്കിൽ നമുക്കിത് സീരിയസ് ആയിട്ട് ആലോചിച്ചാലോ? മുത്തശ്ശനോടൊക്കെ പറഞ്ഞിട്ട്. എന്ത്? അല്ല, ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് ഇവിടെയുള്ളവർക്കെല്ലാം ബോധ്യപ്പെടട്ടെ.
എന്തിനാ ആദർശനെ ഇങ്ങനെ എല്ലാരും കൂടി വെളുപ്പിക്കുന്നത്? എന്റെ നവ്യെ, ഇത് ആര് തണുത്തൊരു വിഷയമാണ്. അത് വെറുതെ ഇനി നമ്മളായിട്ട് എന്തിനാ ചൂടാക്കുന്നത്? ചൂടാക്കിയാലും നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ബി. നിന്റെ കൈകൾ ശുദ്ധമല്ലേ? ശുദ്ധമൊക്കെ തന്നെയാണ്. എങ്കിലും നമ്മൾ DNA ടെസ്റ്റ് നടത്തിയ ചിലപ്പോൾ അതുപോലും അട്ടിമറിക്കാൻ ശ്രമിക്കും ആദർശം മറ്റുള്ളവരും ഒക്കെ. ഹരിചന്ദ്രനെ പോലെ ജീവിക്കുന്ന എന്റെ മുത്തശ്ശനും അതിന് കൂട്ടുനിന്നു വരും. കാരണം ആദർശനോളം വലുതല്ല അങ്ങർക്ക് മറ്റൊന്നും. ഇവിടുന്ന് ആദർശനെ പുറത്താക്കിയതിനു ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ? എന്തൊരു നാടകമാണ് എല്ലാവരും കൂടി കളിച്ചത്. അങ്ങനെയുള്ളവർ എന്തും ചെയ്യും. അതാണ് എന്റെ പേടി. നീ ഇപ്പൊ രക്ഷപ്പെട്ട് പൊയ്ക്കോടാ. പക്ഷെ നിന്നെ ഞാനിട്ട് വട്ടം കറക്കും. ഞാൻ അനുഭവിച്ച ടെൻഷന്റെ 1000 മടങ്ങ് നീ അനുഭവിക്കും. പുറപ്പെടുകയാണോ മോനെ? അതെ. ഇന്നലെ നരസിംഹനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നവീൻ നിന്നെ ചതിക്കില്ല മോനെ. ഇന്നത്തോടെ കേസിനൊരു തീർപ്പുണ്ടാകും. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കേസ് ജയിച്ചു കഴിഞ്ഞ് നവീൻ ഒരു കാരണവശാലും നിരാശപ്പെടുത്തരുത് മോനെ. ഞാൻ അങ്ങനെ ശ്രമിക്കില്ല. പക്ഷേ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം വിവാഹം നടക്കില്ലല്ലോ. നവീനും നന്ദുവിനും ഇഷ്ടമാണ്. പക്ഷേ അവക്ക് തിരിച്ച് അവനോട് ഇഷ്ടമുണ്ടോന്ന് ആരും ചോദിച്ചിട്ടില്ല. ആയിക്കോട്ടെ, പക്ഷെ നന്ദുവിന് ഇഷ്ടമാണെങ്കിൽ നീ ഒരു കാരണവശാലും അവർക്കിടയിൽ തടസ്സമാവരുത്. അത്രത്തോളം നമ്മുടെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ട് നവീനും നരസിംഹനും ഒക്കെ. നന്ദുവിന് നവീനെ ഇഷ്ടമാണെങ്കിൽ അവരൊന്നിച്ചോട്ടെ. അതിന് ഞാൻ എതിർക്കില്ല. പക്ഷെ എന്റെ മനസ്സിൽ അവളല്ലാതെ മറ്റൊരു പെൺകുട്ടിയില്ല. അതുകൊണ്ട് അവളെ നഷ്ടപ്പെട്ടാൽ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല മുത്തശ്ശ. അനാമിക വിവാഹം കഴിക്കുമ്പോഴും അതിനുശേഷവും എന്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിപ്പോഴും ഒരു മാറ്റവും ഇല്ല. നന്ദുവിന് നവീനോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഞാനൊരു തടസ്സമാവില്ലെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇനി അവക്ക് എന്നോടാണ് ഇഷ്ടമെങ്കിൽ മറ്റാര് തടസ്സം നിന്നാലും മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളുടെ ബന്ധത്തെ എതിർക്കരുത്. അവൾ ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവരവളെ സ്വീകരിക്കണം. ഒരു ബലപ്രയോഗത്തോടെ നടത്തേണ്ട ഒന്നല്ലല്ലോ മുത്തശ്ശ കല്യാണം. എടോ, എനിക്ക് തോന്നുന്നത് നന്ദുവിന് നമ്മുടെ കൊച്ചുമോനോട് ഇഷ്ടമുണ്ടെന്നാ. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ നവീൻ വന്ന ശേഷം ആ കൊച്ചിന്റെ മനസ്സില് മാറ്റം ഉണ്ടോന്ന് അറിയേണ്ടത്. കനകയും ഗോവിന്ദനും ഒക്കെ ആ ബന്ധം നടത്തണോന്ന് തറപ്പിച്ചു പറയുമ്പോ ആ കുട്ടിയും മാറി ചിന്തിച്ചാ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. നന്ദുവിനെ വേണമെന്ന് പറഞ്ഞത് നവീനാണ്. അതാ എന്നെ വിഷമിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും കോടതിയിലെ കേസും വഴക്കൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇന്നത്തോടെ ഒരു തീരുമാനം ഉണ്ടാവുന്ന നവീൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ അവന്തികമോളുടെ സങ്കടം അങ്ങ് തീർക്കായിരുന്നു. അത് നടക്കില്ലല്ലോ ജാനകി. പിന്നെ എന്തിനാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഏട്ടത്തെയൊക്കെ നിർബന്ധിച്ചെങ്കിൽ നടന്നേനെ. പക്ഷെ ആരും തയ്യാറാവുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നീ ഇങ്ങനെ സംസാരിക്കല്ലേ. ദേ മോൻ വന്നു. ഞാൻ പോയിട്ട് വല്യമ്മേ. നാവൊന്നും പിഴക്കല്ലേ മോനെ. അവിടെ ചെന്ന് പറയേണ്ട കാര്യങ്ങളെല്ലാം പറയണം. അത് അവനോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? അനാമിക വിഷമിപ്പിച്ചത് ഇവനെയല്ലേ? എടാ, നീ പോവാണോ? അതെ. ഞാനും കൂടെ വരണോ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല ഏട്ടാ. നവീൻ ഉറപ്പ് തന്നിരിക്കുക ഈ കേസ് ഇന്നുകൊണ്ട് തീരുമെന്ന്. അവന്റെ പറച്ചില് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. നവീൻ നരസിംഹൻ സാറിന്റെ കൊച്ചുമോനാ. അവൻ വെറുമ്പാക്ക് പറയില്ല മോനെ. ഇതുവരെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇന്ന് കോടതി കഴിഞ്ഞാലേ അവന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പറയാൻ പറ്റൂ.
എന്നാ ഞാനെന്തായാലും പോയിട്ട് വരാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. അവൻ സംശയിക്കുന്നത് പോലെ നവീൻ അവനെ വിഷമിപ്പിക്കൂ. ആദ്യം കേസ് കഴിയട്ടെ, നമുക്ക് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഞാൻ ഏട്ടത്തിയോട് പറയായിരുന്നു, അനി അവന്തികയും തമ്മിലുള്ള നിശ്ചയത്തിന്റെ തടസ്സം അനാമികയായിരുന്നല്ലോ. അവൾ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാ അനി അവന്തികയും തമ്മിലുള്ള നിശ്ചയത്തിന് ആരും തടസ്സാവില്ലല്ലോ. എല്ലാരും കൂടെ ശ്രമിച്ചാ അതങ്ങ് നടക്കും. അതുകൊണ്ട് ഇളയമ്മയ്ക്കും അപ്പച്ചിക്കും സന്തോഷമായിരിക്കും. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല. അവന്റെ താല്പര്യം നോക്കിയിട്ടല്ലേ ആദ്യത്തെ കല്യാണം നടത്തിയത്. എന്നിട്ട് എന്തായി? അവന്റെ താല്പര്യം നോക്കിയിട്ടൊന്നും അല്ല ആദ്യ കല്യാണം നടത്തിയത്. അവൻ കല്യാണത്തിന്റെ തലേദിവസവും അത് വേണ്ടെന്ന് പറഞ്ഞതാ. അന്നും അനാമിക നല്ല പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അമ്മയെ ഇളയമ്മയ്ക്ക് അതിനൊപ്പം നിൽക്കായിരുന്നു. ഇനി എന്തായാലും അനി അവന്തികയെ വേണ്ടാന്ന് വെച്ച സ്ഥിതിക്ക് രണ്ടാമതൊന്നുകൂടി ആലോചിച്ചിട്ട് മതി കല്യാണമൊക്കെ. ആയിക്കോട്ടെ, പക്ഷെ അവന്തികയ്ക്ക് പകരം അനി ആരെ കല്യാണം കഴിച്ചാലും ആ കനകയുടെ മോളെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഇളയമ്മേക്കാളും എതിർപ്പാ എന്റെ അച്ഛനും അമ്മയ്ക്കും. അത് അപ്പച്ചി പറയുന്ന പോലെ അഭിനയൊന്നും അല്ല. ആത്മാർത്ഥമായിട്ട് തന്നെയാ അച്ഛനും അമ്മയും നന്ദു അനിയും തമ്മിലുള്ള കല്യാണത്തിന് എതിര് നിൽക്കുന്നത്. അത് പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ മോളെ. വെറുതെ സംശയിച്ച് കിടക്കുന്നവരോട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് പ്രയോജനമുള്ളത്? മോളെ, അമ്പലത്തിൽ പോയി എന്റെ കുടുംബക്ഷേത്രത്തില്. ഇനിയിപ്പോ ദൈവത്തെ മുറുകെ പിടിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ. ഞങ്ങളും പോയി. ആ സമയത്ത് കാണേണ്ടവരെ കാണുകയും ചെയ്തു. നന്ദു അനിയും കൂടെ അനിയുടെ കുടുംബക്ഷേത്രത്തിലെത്തി. ഈ ബന്ധം പിരിഞ്ഞിട്ടേ അവളെ കെട്ടണമെന്ന് പറഞ്ഞില്ലേ അവൻ നടക്കുന്നത്. അതിന്റെ ഇടയ്ക്കാ അവന്റെ കൂട്ടുകാരൻ വക്കീല് നന്ദുവിനെ വേണോന്ന് പറഞ്ഞ് നടക്കുന്നേ. വക്കീലിനെ വിളിച്ചിട്ട് അവനൊരു കുലുക്കോ ഇല്ല. ഇനി കോടതിയിൽ അവൻ ഏത് രീതിയിലാ പ്രതികരിക്കുമെന്ന് അറിയില്ല. അവനെ വെറുതെ ചൂട് പിടിപ്പിക്കണ്ടായിരുന്നു. അവൻ വക്കീലാണെന്ന് കരുതി അവന്റെ വളഞ്ഞ ബുദ്ധിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാന്ന് വെച്ചാ നമ്മൾ അത്രയ്ക്ക് കഴുതുകളെന്നാണോ അവന്റെ വിചാരം? ഇവളെ മുൻപേ കോടതിയിലിട്ട് വട്ടം കറക്കിയവനാ ആ നവീൻ. ഇത്തവണ വട്ടം കറക്കാനൊന്നും ഇല്ലമ്മേ. ബന്ധം പിരിയാൻ എനിക്ക് താല്പര്യമില്ല. അതിൽ ഞാൻ ഉറച്ചങ്ങ് നിൽക്കും. ഇനി കോടതിയിൽ നിന്റെ വക്കീല് എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും ഇവരാവശ്യപ്പെടുന്ന തുക കൊടുക്കാതെ ഈ കേസ് തീരത്തില്ല. ആയിക്കോട്ടെ, കേസ് എത്ര നീണ്ടുപോയാലും ശരി, 5 പൈസ ഞാൻ അവൾക്ക് കൊടുക്കില്ല. മൈ ലോർഡ്, സ്റ്റെവിൻ എന്ന ചെറുപ്പക്കാരനുമായിട്ട് അനാമികയ്ക്ക് അടുപ്പമുണ്ടെന്ന് ഞാനൊരു കള്ളക്കഥ ഉണ്ടാക്കി പറഞ്ഞതല്ല. അതിന് ജീവിച്ചിരിക്കുന്ന തെളിവുകളുണ്ട്.